വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. വിഷു അല്ലേ നാളെ. എല്ലാവരും വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിലും സദ്യയും ഒരുക്കണം, കുറേ പണികളുണ്ട് അല്ലേ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇന്ന് എന്താ നമ്മുടെ വിഷയം എടുക്കേണ്ടതെന്ന്. അപ്പോഴാണ് നാളത്തെ സദ്യയും എത്ര പേര് വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തൊക്കെ വെക്കണം. എന്തായാലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം, വിഷു അല്ലേ. ഇനി വിഷുക്കണി വെച്ചിട്ടുണ്ട്, വെള്ളരിക്കുണ്ട്. അപ്പോൾ ആ വെള്ളരിക്കയും മാങ്ങയും കൂടി മാമ്പഴക്കൂട്ടാനും വേണ്ടേ, അപ്പോൾ അതും വേണം. ഇനി എന്താ വേണ്ടത്? ഇങ്ങനെ ചർച്ച നീണ്ടപ്പോൾ എനിക്കപ്പം ക്ലിക്ക് ചെയ്തു, ഇന്നത്തെ വിഷയം ഫുഡ് വേസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ഭക്ഷണം ഇനി ആ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ബാക്കി വരുമോ, എത്ര ഉണ്ടാക്കണം, ഇതൊക്കെ സംശയങ്ങളാണ്. ഭക്ഷണ വേസ്റ്റ് നോക്കൂ, നമ്മുടെ വീട്ടിലൊന്നും പണ്ട് ഇത്ര അധികം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം നമുക്ക് എന്താ പറ്റിയേ? എത്രയാണ് നമുക്ക് വേസ്റ്റ്? ഓരോ ദിവസവും നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലുള്ള ക്വാണ്ടിറ്റി എന്താ? നമ്മുടെ വീട്ടിൽ പണ്ടും നമ്മളതൊക്കെ നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു. കുറേ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരും ഉണ്ടായിരുന്നു. നമുക്കൊക്കെ നന്നായി പക്ഷെ പിന്നെ എന്താ വേസ്റ്റൊന്നും ഇത്ര അധികം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ അർബൻ കൾച്ചറാണോ കാരണം? ആയിരിക്കാം അല്ലേ. പക്ഷെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കാര്യം ഓർമ്മയുണ്ടോ? കൊണ്ടാട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, അരിക്കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചിട്ട് വെണ്ടയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നു, കയ്പ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഫ്രഷായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കലൊന്നും ആയിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി നന്നായിട്ട്, നമ്മുടെ അമ്മമാർ കുറച്ചും കൂടി നന്നായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നീക്ക് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ടായിരുന്നു. നമുക്കിപ്പോൾ തന്നെ മടി തന്നെ ആയിരിക്കാം, പിന്നെ നമുക്ക് ആ വന്ന ഒരു അർബൻ കൾച്ചറും കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് ഒരു പരിധിക്ക് അപ്പുറം പോയോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ട്. നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ 4 പേരുണ്ടെങ്കിൽ ഇതിൽ 1-2 ആൾക്കാർ നമ്മളോട് എപ്പോഴും അലേർട്ട് തരാറുണ്ട് അല്ലേ. കൂടുതലാണ്, വേസ്റ്റ് വളരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അലേർട്ടൊക്കെ തരാറുണ്ട്. അവർ പറയുമ്പോൾ നമ്മൾ അവരോട് പറയും, സാമ്പാർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടാവും, മോരൊഴിച്ച് കൂട്ടാൻ വെച്ചാലും ബാക്കിയൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടെയൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറേ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഇവരുടെ വായ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അടപ്പിക്കും എന്നുള്ളതാണ്. അവർ വിശ്വസിച്ചിട്ടൊന്നുമല്ല, അവർ വിചാരിക്കും ആയിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മുടെ വീട്ടിലത്തെ സ്ഥിതി, ഫുഡ് വേസ്റ്റ് വളരെയധികം കൂടിയിരിക്കുന്നു. മറ്റ് വേസ്റ്റ് പോലെ അല്ലല്ലോ ഫുഡ് വേസ്റ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്മെല്ല് വരും ഫുഡ് വേസ്റ്റിന്. പ്ലാസ്റ്റിക് വേസ്റ്റിന് അങ്ങനെയല്ല, അതവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു, അത് ഡീജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ അത് വന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സംവിധാനങ്ങളും കുറച്ചും കൂടിയും കൂടുതലുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ അവിടെയൊന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ, ഫുഡ് വേസ്റ്റ് ഒന്നും എവിടെയും കൊണ്ടുപോകില്ല. കാരണം മാസത്തിലൊരിക്കൽ വന്നിട്ട് ഹരിതകർമ്മസേന വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഫുഡ് വേസ്റ്റ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ്? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊന്ന് കുറയ്ക്കണ്ടേ? നമുക്ക് ഓരോ വ്യക്തിയും കുറച്ചാൽ, ഒരു വീട്ടിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാച്ചുറലി അതൊരു നല്ലൊരു റിഡക്ഷനൊക്കെ സംഭവിച്ചേക്കാം. അപ്പം ഞാനൊന്നിങ്ങനെ ചിന്തിച്ച് നോക്കി, എവിടെയൊക്കെയാണ് നമുക്ക് ഈ വേസ്റ്റ് വരാനുള്ള കാരണങ്ങൾ ഒന്നറിഞ്ഞാൽ തന്നെയാണോ. അപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ ഫിസിക്കലി നിങ്ങൾ എൻ്റെ മുന്നിലില്ല എന്നുണ്ടെങ്കിലും ഞാനിത് നിങ്ങളോട്, നമ്മൾ സാധാരണ രീതിയിലാണ് സംസാരിക്കുക. എൻ്റെ മനസ്സിൽ നിങ്ങൾ ഫിസിക്കലി ഉണ്ട്, ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിലിരുന്ന് നമ്മളൊരു ചർച്ച ചെയ്യുന്ന പോലെയാണ്. അപ്പം നിങ്ങൾക്കും ഇതിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പം മറക്കാതെ അതൊക്കെ കമൻറ്റ് ബോക്സിലിടണം. കാരണം അത് ഞങ്ങൾക്കൊക്കെ, ഞാൻ അടക്കമുള്ള ബാക്കി എല്ലാവർക്കും, കാരണം ഇതിൽ നന്നായി മാനേജ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവർ വീട്ടിൽ ചെയ്യുന്ന ചില ട്രിക്കുകൾ, ടിപ്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിലിടണം. എന്നാലാണ് ചാനലൊന്നും നമ്മളെ ലൈവായിട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഞാനൊന്ന് നോട്ട് ചെയ്ത് തുടങ്ങി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ള റീസൺസ്, ഇതിങ്ങനെ വേസ്റ്റ് കൂടാനുള്ള റീസൺസ് എന്താണെന്ന് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കും നാളെ ഇങ്ങനെയുള്ളൊരു ജംഗ്ഷനിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കാം. ഒന്ന്, നമ്മുടെ കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഓവർ ബൈയിങ് ആണ് ഒരു റീസൺ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുണ്ട്, നമ്മൾ പരിപ്പ് ഇപ്പോൾ 1 കിലോ മതിയാവും നമുക്ക് 1 മാസത്തേക്ക്. ആ 1 കിലോൻ്റെ പാക്കറ്റ് എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ്, അടുത്ത മാസം ചിലപ്പോൾ നമ്മൾ വന്നില്ലെങ്കിലോ,
എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 1/2 കിലോ കൂടി അല്ലെങ്കിൽ 1 കിലോൻ്റെ പാക്കറ്റും കൂടിയും എക്സ്ട്രാ എടുത്തിടും. നമ്മുടെ വീട്ടിലിത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമില്ല, ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഇതില്ല, നമ്മുടെ ഒരു 1 kg സ്റ്റോറിങ് ഉള്ള ഇതിനുണ്ട്. അപ്പം നമ്മൾ ഓവറായി, അപ്പോൾ അത് ശരിക്കും നമ്മളിവിടെ വന്നിട്ട് സ്റ്റോർ ചെയ്തില്ല. നമുക്ക് എന്ത് ചെയ്തു, ഇത് നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഇത് നാശമായിപ്പോയി. അപ്പോൾ ആ പരിപ്പ് അവിടെ കട്ട പിടിച്ചു, അടിഭാഗത്ത് യൂസ് ചെയ്യുന്നില്ലല്ലോ, അത് പാക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചില്ല, എയർ ടൈറ്റ്, അപ്പോൾ അവിടെ പോയി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വേറൊരു പ്രശ്നം നമ്മൾ ചെയ്യുന്നുണ്ട്, ഓഫറുകൾ നമ്മൾ കാണും. അതായത് ആട്ട 2 കിലോ വാങ്ങിക്കുകയാണെന്ന് 5 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീയോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഫ്രീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കൺട്രോൾ നിൽക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്ഥിരം നമുക്ക് ചിലപ്പോൾ 2 കിലോ ആട്ട മതിയാവും ഒരു മാസം, നമ്മൾ ആ 5 കിലോൻ്റെ പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ചിലപ്പോൾ ഓട്സൊക്കെ ആയിരിക്കും, നമുക്ക് ആവശ്യമേ ഉണ്ടാവില്ല ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഓട്സ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമ്മളൊന്ന് അന്നൊരു വ്ളോഗർ ചെയ്യുന്നു, ഫുഡ് വ്ളോഗർ ചെയ്യണ കണ്ടു, ഓട്സ് കൊണ്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നാൽ നമ്മളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അപ്പോൾ അതും വേസ്റ്റായി. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്. അപ്പോൾ ഇവിടെ ഓവർ ബൈയിങ് ഒരു റീസൺ തന്നെയാണ് ഫുഡ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ആലോചിക്കാം, ഓഫറുകൾ കണ്ടിട്ട് എടുത്ത് ചാടണോ എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിത് പതുക്കെ പതുക്കെ എല്ലാം ഗ്രാജുവലി തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഫുഡ് വേസ്റ്റ് കുറയ്ക്കാൻ ഉള്ള ചില പോയിന്റുകളാണ്, എവിടേക്കാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. വേറൊരു ഭാഗം വരുന്നത് നമ്മൾ ഫ്രിഡ്ജ് ആണ്, അടുത്ത വില്ലൻ എന്ന് പറയുന്നത്. എന്ത് ഓവറായാലും നമ്മളോട് വെറുതെ എന്തിനാ ഇത്ര അധികം ഉണ്ടാക്കിയേ, അതെടുത്ത് വയ്ക്കാം, നാളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് എന്ത് ചെയ്യും, ഇവരെ നമ്മൾ സമാധാനിപ്പിക്കും. നമ്മൾ വേഗം അത് ഡബ്ബയിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി തള്ളും. നമുക്കൊരു പോളിസിയൊക്കെ ഉണ്ട്, പഴയത് കഴിക്കില്ല എന്നുള്ളത് പോളിസിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ ഇത് എടുക്കില്ല, ഇത് കൊണ്ടുപോയിട്ട് വേസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തു. അപ്പോൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അത് ആ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും, ബാക്കിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ, അത് നമ്മൾ ഓർമ്മയില്ല, അത് ബാക്കിലേക്ക് പോയി. വലിയ ഫ്രിഡ്ജല്ലേ, നമ്മൾ അതിനനുസരിച്ച്, പണ്ട് ഈ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അവരത് നന്നായിട്ട് മാനേജ് ചെയ്തത്. ഇപ്പം ഞാൻ നോക്കി നോക്കൂ, ഇത് വെള്ളച്ചോറ് കഴിച്ചിരുന്നു അല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇപ്പോഴത്തെ കുറേ ആൾക്കാർക്കും ഈ വെള്ളച്ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ വന്നു. അതിനൊക്കെ ഫിലിം ആക്ടേഴ്സിനെ, മോഹൻലാലിനെ പോലെയുള്ളവർക്ക് നമ്മൾ അപ്രീഷിയേറ്റ്, കാരണം അത് ആ ഭംഗിയായിട്ട് സിനിമകളിലൊക്കെ ആ വെള്ളച്ചോറ് കഴിക്കണതും, അതിൽ തൈര് ഒഴിക്കുന്നു, അതിൽ മുളകിടുന്നു, ഒരു ഉള്ളി അതിലിടുന്നു, അതിങ്ങനെ ഭംഗിയായിട്ട് മോഹൻലാലൊക്കെ അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് കുറേ കുട്ടികൾക്കും കുറേ ആൾക്കാർക്കും ഒക്കെ വെള്ളച്ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ട്, കഴിക്കാൻ അവർ കഴിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളുണ്ടാക്കി കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വേണ്ട, അതൊന്നും കഴിക്കണ്ട, പഴയതൊന്നും കഴിക്കണ്ട എന്നുള്ളത്. അത് നല്ല തണുപ്പുള്ള സാധനമാണ്, അത് നല്ല ആരോഗ്യവും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഇത്തിരി നേരം നമുക്കത്, നമ്മൾ പക്ഷെ അങ്ങനെയല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു തോന്നലാണ്, എന്നും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. എന്നിട്ട് നമ്മൾ ഈ ചോറ് എന്ത് ചെയ്യും, നമ്മളെടുത്ത് കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് കഴിക്കാൻ ഇതൊരു നല്ല മെനു തന്നെയാണ്. പണ്ടത്തെ ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പുള്ള സമയത്ത് നല്ല മെനു ആണ്, കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇഷ്യൂസൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ, നമുക്കത് അവർക്ക് ചെയ്തു കൊടുക്കാമല്ലോ. ചെറിയൊരു പ്രിപ്പേ ഉള്ളൂ, അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. സോ അങ്ങനെയുണ്ട്. റെഫ്രിജറേറ്റർ ഒരു വലിയൊരു വില്ലനായിട്ട് പലപ്പോഴും വെക്കേണ്ട സാധനങ്ങളെല്ലാം പലപ്പോഴും റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഓവർ ബൈ ചെയ്തിട്ട്, ഇപ്പം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഉണക്കമുളകൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പാക്കറ്റായിട്ട്. പണ്ടത്തെ ആൾക്കാർ ഈ ഉണക്കമുളകൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓവർ ബൈ ചെയ്തു. അപ്പോൾ ഇനി അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എന്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനെ വാങ്ങുന്നുള്ളൂ എന്നുണ്ട്. ഇനി ഇടയ്ക്ക് ലൈറ്റ് പോവും, കറണ്ട് പോവും, കുറേ നേരം പോയിട്ടുണ്ടാവും, റെഫ്രിജറേറ്റർ ഓഫായി കിടന്നുണ്ടാവും, പിന്നെ വീണ്ടും തണുക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഓഫ് സ്റ്റോറേജ് ഒന്നും അതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആ മുളക് ചിലപ്പോൾ ഇതേ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള നമ്മളെടുത്ത് കളയും ചെയ്യും. ഇടയ്ക്ക് തണുത്തു, ഇടയ്ക്ക് ചൂടായി, ഇങ്ങനെ ചെയ്ത് നമ്മളെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കളഞ്ഞിട്ടുണ്ടാവും. അവിടെയും ഒരു വേസ്റ്റ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത് ചില ആൾക്കാർ പ്രിപ്പയർഡായിരിക്കും. നമ്മളിന്ന് വൈകുന്നേരം ഹോട്ടലിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉള്ളത് മാത്രമേ ഭക്ഷണം വയ്ക്കുള്ളൂ.
അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് അധികം ഓവറാവില്ല, വേസ്റ്റ് ആവില്ല. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെയാണെന്നത്. പക്ഷെ അങ്ങനെ ആവാറില്ലല്ലോ പലപ്പോഴും. നമുക്ക് പെട്ടെന്നാണല്ലോ തോന്നുക ഇന്ന് ഹോട്ടലിൽ നിന്നാവണം, നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ട് വീട്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊരു തോന്നൽ വരുന്നത് ഇന്നത്തെ ഭക്ഷണം എവിടെ നിന്നാവാം, ഹോട്ടലിൽ നിന്നാവാം. നമ്മൾ ഓർഡറൊക്കെ എടുത്തു, ഈ എത്ര വേണം, നമ്മളിന്ന് എന്താ വേണ്ടതെന്ന് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഓവർ എസ്റ്റിമേഷനാണ് ചെയ്യണം. നമ്മൾ എപ്പോഴും വീട്ടിൽ 2 ചപ്പാത്തിയെ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമുക്കറിയാം ഹോട്ടലിൽ നിന്ന് അതിന് മുമ്പും നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു ബിരിയാണി ഫുള്ള് നമ്മൾ കഴിച്ചിട്ടില്ല, നമ്മളതിൻ്റെ ഹാഫൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോൾ കാരണം ഹാഫ് ഒരാളും കഴിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ ശരിക്കും ഒന്ന് മതി. പക്ഷെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർ എസ്റ്റിമേഷനാണ് എപ്പോഴും. 2 ബിരിയാണി മേടിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പറയും ഇനിയിപ്പോൾ കുറഞ്ഞു പോണ്ട, നമുക്കൊരു 3 മേടിക്കാം എന്ന് പറയും. അപ്പോൾ ശരിക്കും നമുക്കറിയാം ഭക്ഷണം, ആ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം ആദ്യം കഴിക്കുമ്പോഴത്തെ ഒരു രസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പിടിച്ച് പണ്ടത്തെ ആൾക്കാരൊക്കെ അമ്മമാരൊക്കെ ചെയ്യണം, ഞാൻ എൻ്റെ അമ്മയും അതൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ. അരി എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അരി എടുത്തു കഴിഞ്ഞാൽ ഒരു പിടി അരി എടുത്തിട്ട് മാറ്റിയിടും, അതിൽ നിന്ന് എടുത്ത് മാറ്റിയിടും. അതവരൊരു സേവിങ് മെക്കാനിസം ആയിരുന്നു, വേസ്റ്റ് സേവിങ് മെക്കാനിസം ആയിരുന്നു. നമുക്കും അതൊക്കെ ചെയ്യാം. നമ്മുടെ കയ്യിലും എന്നും എപ്പോഴും എന്ത് വരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട്. അവർ നല്ല കാര്യങ്ങളൊക്കെ നമുക്കും കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറയും തന്നെയാണ് തോന്നുന്നത് നമ്മുടെ വേസ്റ്റുകളും. ഞാൻ ആ വേസ്റ്റ് വരുന്ന പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണേ എന്നുള്ളതാണ്. പിന്നെ ഗസ്റ്റുകളെ നമ്മൾ നമ്മൾ മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ട് ഗസ്റ്റുകൾക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകുന്നു. ഇവിടെയും ഈ ഗസ്റ്റ് വന്ന് സംസാരിച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിന് ആദ്യമൊക്കെ നമ്മൾ സെർവ് ചെയ്തു, അത് നമ്മുടെ ആതിഥ്യ മര്യാദയാണ്, നമ്മൾ തന്നെയാണ് വിളമ്പി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഈ വിളമ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യെസ് മതി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കും. അവർക്കറിയാം, അവർ നമ്മളടുത്ത് മടി വിചാരിച്ചിട്ടൊന്നും അല്ല, അവർക്ക് അത്രേ അവർ കഴിക്കുള്ളൂ. നമ്മൾ അവരെ ഓവർ ഫീഡ് ചെയ്യുക, അവരുടെ പ്ലേറ്റിലേക്ക് നമ്മൾ കുറേ ഇട്ട് കൊടുക്കുക. അവർ കഴിക്കില്ല, അവരെ കൊണ്ടാവില്ല. കാരണം അവർക്ക് ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല മെമ്മറീസാണ്, കുറേ സംസാരിച്ചു കുറേ കാലങ്ങൾ. അവർക്ക് അതല്ല, വയറൊക്കെ അങ്ങോട്ട് ഭയങ്കര ഫുള്ളായിട്ട് ഇനി ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും അവിടേക്ക് ഇനി പോവില്ല എന്നൊരു ഡിസിഷനിലേക്ക് നമ്മൾ അവരെ എത്തിക്കും. കാരണം നമ്മളവളെ ഓവർ ഫീഡ് ചെയ്തിട്ടാണുള്ള പ്രശ്നമാണിത്. ഇതൊക്കെ കോമൺ ആണ് കേട്ടോ. ഇതൊക്കെ കുറേ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കഴിക്കൂ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം, ഇതിനൊക്കെ പുറമെ പഴം അവർക്ക് കൊടുക്കുക, ഇത് വീട്ടിലുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ വീണ്ടും എന്ത് ചെയ്യുക, ഓവർലോഡ് ചെയ്യുക. പാവം പിടിച്ച് അവർ തന്നൂലോ എങ്ങനെ നോ പറയുന്ന വിചാരിച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതൊക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ വന്നത് അവർക്കൊരു ഹോണ്ടിങ് ആയിട്ട് തോന്നും നാളെ ഒരു സമയത്ത്. സോ അവർക്ക് ആവശ്യമുള്ളത് അവർ കഴിച്ചോളും നമ്മുടെ ഭക്ഷണത്തിന്. അവരുടെ വേസ്റ്റുകൾ കുറേ, ആ പ്ലേറ്റുകളിലുള്ള വേസ്റ്റുകൾ കുറേ നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് പോകില്ലേ, സദ്യ അല്ലെങ്കിൽ റിസപ്ഷൻ അതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് എത്ര കൗണ്ടറുകളാണ് നമ്മൾ കാണുക. ദോശയ്ക്കൊരു കൗണ്ടർ, കപ്പയും മീനും ഒരു കൗണ്ടർ, ബിരിയാണി ഒരു കൗണ്ടർ, ഫ്രൈഡ് റൈസ് ഒരു കൗണ്ടർ. നമ്മൾ ഇതെല്ലാ കൗണ്ടറിലും നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കുറച്ച് കൗണ്ടറുകളിൽ, കാരണം നമ്മളെ കൊണ്ടാവണ്ടേ, ഒരു വൈകുന്നേരത്തെ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താ പറയാറ്, ഇത്രയും കൗണ്ടറുകൾ കണ്ടു, നല്ലത് കഴിഞ്ഞു, നമ്മൾ ആ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. കോമൺ ആയിട്ട് പറയാറ് റിസപ്ഷൻ ഗംഭീരമായിരുന്നു, ഇഷ്ടം പോലെ വിഭവങ്ങളും കാര്യങ്ങളും, അല്ല എന്താ കുറേ പൈസ ഉണ്ട്, എന്താ അതങ്ങോട്ട് തള്ളി, അത് എങ്ങനെയെങ്കിലൊക്കെ പോണ്ടേ, കളയണ്ടേ. ഇങ്ങനെ നമ്മളൊരു സെൻറ്റൻസ് അതിൻ്റെ ലാസ്റ്റ് ക്ലോസിൽ പറയാറില്ലേ, ആദ്യം ഒന്ന് പൊക്കും, എന്നിട്ട് നമ്മളൊരൊറ്റ ഇതാണ്, അവരുടെ പൈസ ഉണ്ട്, അവരെങ്ങനെ ചെയ്യുന്നു, ധൂർത്ത് എന്നുള്ളതാണ്. പക്ഷെ ഭക്ഷണം നന്നായിരുന്നു ഇങ്ങനെ നമ്മൾ പറയും അല്ലേ. എന്നിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പം ഭക്ഷണം നന്നായിരുന്നു കേട്ടോ, നമ്മൾ എത്ര വേസ്റ്റാണ് അവിടെ. ഒന്ന് ആലോചിച്ചാൽ മതി. ഓരോരുത്തരും നമ്മൾ അതിലൊക്കെ ഒന്ന് ഇനി അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ ആവശ്യമുള്ളത് പാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ച് ഇതായിട്ട് നമ്മുടെ പ്ലേറ്റിലെ ഭക്ഷണം എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാട്ടിന് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഇനി വേറൊരു ഏരിയ നമ്മൾ കൂടുതലും കാണുന്നത് എവിടെയാണ് എന്നുള്ളതാണ്, നമ്മൾ
നമ്മളെവിടെയാണ് ചെയ്യാറ്? നമ്മൾ ലാസ്റ്റ് പീസ് ഫിനോമിനൻ എന്ന് പറയുന്ന ഞാൻ ഇന്നിങ്ങനെ ഇതിനോട് കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു ലാസ്റ്റ് പീസ് ഫിനോമിനൻ വളരെ കറക്റ്റാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിൽ കാസറോളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി അവസാനം അവിടെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 2 ഇഡ്ഡലി, ഒരു ദോശ. ഈ ലാസ്റ്റ് ഭാഗത്തെ കഴിക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മടിക്കുകയാണ്. ലാസ്റ്റ് അല്ല, ഇനി അത് ഞാൻ വിചാരിക്കും അത് ഹസ്ബൻഡിന് വേണ്ടി വരും, ഹസ്ബൻഡ് വിചാരിക്കും അത് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ മോൾക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ മദർ ഇൻ ലോന് വേണ്ടി വരും. ഇങ്ങനെ എല്ലാവരും ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ആ ലാസ്റ്റ് പീസ് ആരും കഴിക്കില്ല, അതവിടെ വെറുതെ കിടന്നു. നമ്മൾ വീട്ടിലെ ആൾക്കാർക്ക് തമ്മിൽ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ പീസ് കഴിഞ്ഞു. ഇനി ആ ഒരു ഇഡ്ഡലി ഉണ്ടാവുള്ളൂ, ആ ഒരു ഇഡ്ഡലി ആരും വാശിക്ക് കഴിക്കില്ല, അതവിടെ കിടന്നു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലായിടത്തും ഉണ്ട് ഈ ലാസ്റ്റ് പീസ്. പക്ഷെ ഫാമിലി ഇതിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് പീസ് എത്ര നമ്മൾ ഓവർകന്നു, ഒരു പീസ് എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ വീട്ടിലത്തെ വേസ്റ്റും എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഞാൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയയിലേക്കേ കടക്കുന്നില്ല കേട്ടോ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വേറൊരു വീഡിയോയിൽ എന്തെങ്കിലും വല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങളും ഇതിൽ ടിപ്സിലിടൂ. നമുക്ക് നാളത്തെ വിഷുവിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാം, കുറച്ചൊന്ന് പിടിച്ച് നമുക്ക് വേസ്റ്റ് കുറയ്ക്കാം. ഭയങ്കര സങ്കടം അല്ലേ, നമുക്ക് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ വിയർപ്പിലൊക്കെ നിന്ന് നമ്മളൊക്കെ ഉണ്ടാക്കി സ്വാദോടെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളയുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര വിഷമമൊക്കെ ഇല്ലേ. ഇപ്രാവശ്യത്തെ വിഷുവിന് ആ ഒരു വിഷമം ഉണ്ടാവാതിരിക്കട്ടെ, നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണ വേസ്റ്റ് കുറയ്ക്കാം. താങ്ക് യു. സജഷൻസ് മറക്കരുത്, കമൻറ്റ് ബോക്സിലിടണം. ഞാൻ എൻ്റെ സാധാരണ രീതിയിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ഒരു പോയിൻറ്റുകൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞതാണ്. പുതിയ പോയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, കമൻറ്റ് ബോക്സിലിടണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. താങ്ക് യു. ബൈ.